ഹലോ. അപ്പൊ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കാന്നാണ് കേട്ടോ നോക്കാൻ പോണത്. കട്ടകളില്ലാത്ത പൊടിഞ്ഞു പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ആദ്യമേ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഈ പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഈ പൊടിയിലേക്ക് പൊടി മൊത്തം നനയാൻ പാകത്തിനാണ് ഒഴിക്കേണ്ടത്. നമുക്ക് ഈ പൊടിയിലേക്ക് ഈ നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഈ തരികളുള്ള പൊടി കട്ട കട്ടയായിട്ട് വരും. എല്ലാ പൊടിയും കട്ടയാവണ വരെ നമുക്ക് മൊത്തത്തിൽ എല്ലാ പൊടിയിലും ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം ഏകദേശം ചെറിയ ചെറിയ കട്ടകൾ പോലെ വന്നിട്ടുണ്ട്. മൊത്തം ചെറിയ ചെറിയ കട്ടകൾ പോലെ വന്നിട്ടുണ്ട്. ഈ കട്ടകളൊന്നും നമ്മളിപ്പോൾ ഉടച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ കട്ടകൾ ഇങ്ങനെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഉടച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത്. മൊത്തം ഈ പൊടി കട്ടകളായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ മിക്സിയിലേക്ക് അതുപോലെ തന്നെ ഇട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് മൊത്തം നമ്മൾ അടിച്ചു കൊടുക്കല്ല. നമ്മൾ ആദ്യം പകുതി എടുത്ത് അടിച്ചിട്ട് പിന്നെ അടുത്തത് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. മിക്സിയിൽ വെച്ച് ഒരുപാട് നേരം അടിക്കരുത്. ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക മാത്രമേ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഈ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല പഞ്ഞി പോലത്തെ നമുക്ക് പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ പുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നവരും പുട്ട് കഴിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മൾ വാട്ടാനോ വേറെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമുക്ക് ആ തിളച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം നമുക്ക് ബാക്കിയും കൂടി അടിച്ചെടുക്കാം. നമ്മുടെ പുട്ടെല്ലാം പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പുട്ടിൻ്റെ നനവാണ് നോക്കേണ്ടത്. നമ്മൾ പുട്ട് പൊടി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത് നമ്മൾ പാകത്തിനാണോ എന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ കുഴച്ച് നോക്കുക. അത് കുറച്ച് പൊടി എടുത്ത് നമ്മുടെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് ആ ഷേപ്പിൽ വന്നില്ലെങ്കിൽ നമ്മുടെ പുട്ടിന് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടെന്നാണ്. അതല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിനായിട്ടില്ലെങ്കിൽ നമ്മുടെ പൊടിയായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ കട്ടയായിട്ട് നമുക്ക് കിട്ടൂല. ഇനി നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ. പുട്ടിങ്ങനെ പൊടി തട്ടി വെച്ചേച്ചും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഇരുന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങനെ തളിച്ച് കൊടുക്കണത്. ഇനി നമുക്ക് ആദ്യമേ നമ്മൾ പുട്ടിന് വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ വെള്ളം പാകത്തിന് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പച്ചവെള്ളം എടുത്ത് തളിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ പുട്ട് കുറേശ്ശെ തേങ്ങയും പുട്ടുപൊടിയും ചേർത്ത് നമുക്ക് കുറേശ്ശെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം.
പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പക്ഷേ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കണ പുട്ടുകൾക്ക് കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാതെയും അതല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പൊടിഞ്ഞു പോകും പുട്ട് കുത്തി വെക്കുമ്പോൾ. അപ്പോൾ കട്ട പിടിക്കാതെയും പൊടിഞ്ഞു പോകാതെയും ഈ ഒരു രീതിയിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് പുട്ട് കിട്ടും. പുട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആവി വന്ന ഉടനെ തന്നെ നമ്മൾ എടുക്കരുത് കേട്ടോ. ഒരു കുറച്ച് സമയം കൂടി ആവി നന്നായിട്ട് വന്നിട്ട് സെറ്റായിട്ട് വേണം കേട്ടോ എടുക്കാൻ. നമ്മൾ ആവി വന്ന് തുടങ്ങുമ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇത് ആവി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം കൂടെയും വച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളൂ. ആദ്യമേ തന്നെ 2 കണയിലും പുട്ട് പൊടി നിറച്ച് വെക്കും. എന്നിട്ട് ആവി നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ അടുത്തത് എടുത്തു വയ്ക്കും. അടുത്തതിലും ആവി വന്ന് കഴിയുമ്പോഴാണ് ആദ്യത്തെ കണയിൽ നമ്മൾ എടുത്തു വെച്ചത് പാത്രത്തിലേക്ക് കുത്തി കൊടുക്കുള്ളൂ കേട്ടോ. അതുവരെയും അവിടെ ഞാൻ വച്ചേക്കും. ഉടനെ തന്നെ അടുപ്പത്തുനിന്ന് എടുത്ത് നേരെ കുത്തി കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് പുട്ട് പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുട്ട് പൊടിയില്ല, നല്ല സൂപ്പർ പുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.